ദൈവം നമ്മുടെ പിതാവാണ്. നമ്മുടെ പിതാക്കന്മാർക്ക് വലിയ സ്ഥാനം ജീവിതത്തിലുണ്ട്, കുടുംബത്തിലുണ്ട്. അതുകൊണ്ട് ഇന്നിവിടെ കടന്നു വന്ന പിതാക്കന്മാരായ എല്ലാവരെയും ഞങ്ങൾ അനുമോദിക്കുന്നു. നിങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന ത്യാഗങ്ങളെ ഞങ്ങൾ ഓർക്കുന്നു. നിങ്ങളുടെ കഠിനാധ്വാനം അതൊരിക്കലും അൺഅപ്രീഷിയേറ്റഡായിട്ട് പോകരുത്. അതുകൊണ്ട് പിതാക്കന്മാരായ നിങ്ങളോട് ഞങ്ങൾക്ക് നന്ദിയുണ്ട്. നിങ്ങളുടെ ഭാര്യമാരെയും കുഞ്ഞുങ്ങളെയും നിങ്ങൾ സ്നേഹിക്കുന്നതിനായിട്ട് ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ കുടുംബത്തിൽ കൊടുക്കുന്ന ആത്മീയ നേതൃത്വത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾ ഓരോ ദിവസവും നല്ല മാതൃകകളായി നിങ്ങളുടെ മക്കളുടെ മുമ്പിൽ, കുടുംബത്തിൻ്റെ മുമ്പിൽ ജീവിക്കുന്നതിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ അടുത്ത തലമുറയ്ക്ക് കൊടുക്കുന്ന അറിവിനും പരിജ്ഞാനത്തിനുമായിട്ട് ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ കഠിനാധ്വാനം ചെയ്ത് വരുമാനമുണ്ടാക്കി നിങ്ങളുടെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ ഭവനത്തിലുള്ള എല്ലാവരുടെയും ക്ഷേമം നിങ്ങൾ അന്വേഷിക്കുന്നതിനായിട്ട് ദൈവത്തിന് സ്തോത്രം. ഫാദർഹുഡ് ഈസ് എ ഗ്രേറ്റ് പ്രിവിലേജ്. ഒരു പിതാവായിരിക്കുക എന്നുള്ളത് വലിയൊരു അഭിമാനകരമായ ഒരു കാര്യമാണ്. നമ്മൾ പിതാക്കന്മാരെല്ലാവരും പൂർണ്ണരല്ല, നമ്മളിൽ കുറവുകളുണ്ട്. പക്ഷേ നമ്മൾ സ്വർഗസ്ഥനായ പിതാവിങ്കിലേക്ക് നോക്കുമ്പോൾ, അവൻ്റെ സന്നിധിയിൽ നമ്മുടെ സമയം ചിലവഴിക്കുമ്പോൾ നമ്മുടെ കുറവുകളെ പരിഹരിച്ച സ്വർഗസ്ഥ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നമ്മളുടെ കുറവുകളെയും പരിഹരിപ്പാൻ ദൈവം മതിയായവനാണ്. അതുകൊണ്ട് ഇത്രയും ആമുഖമായിട്ട് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ മെസ്സേജിലേക്ക് കടക്കുകയാണ്. ഞാൻ വേദപുസ്തകത്തിൽ ഇങ്ങനെയുണ്ടല്ലോ, നിങ്ങളുടെ മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക. നിങ്ങളെ ഞങ്ങൾ ബഹുമാനിക്കുന്നു, പിതാക്കന്മാരെ നിങ്ങളെ ഞങ്ങൾ ബഹുമാനിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്നത്തെ എൻ്റെ ചെറിയ സന്ദേശം നിങ്ങളെ ചലഞ്ച് ചെയ്തുകൊണ്ടുള്ള ഒരു ചെറിയ സന്ദേശമായിരിക്കും. അതിന് ആമുഖമായിട്ട് നമുക്കൊരു വേദഭാഗം വായിക്കാം. 1 തെസ്സലോനിക്കർ, 1 Thessalonians chapter 2 verses 10 to 12. രണ്ടാം അധ്യായത്തിൻ്റെ 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. വിശ്വസിക്കുന്ന നിങ്ങളുടെ ഇടയിൽ ഞങ്ങൾ എത്ര പവിത്രമായും നീതിയായും അനിന്യമായും നടന്നു എന്നതിന് നിങ്ങളും ദൈവവും സാക്ഷി. തൻ്റെ രാജ്യത്തിനും മഹത്വത്തിനും നിങ്ങളെ വിളിക്കുന്ന ദൈവത്തിന് യോഗ്യമായി നടപ്പാൻ തക്കവണ്ണം ഞങ്ങൾ നിങ്ങളിൽ ഓരോരുത്തനെ അപ്പൻ മക്കളെ എന്ന പോലെ ഞങ്ങൾ നിങ്ങളിൽ ഓരോരുത്തനെ, അടുത്തതാണ് നമ്മുടെ കുറിവാക്യം, അപ്പൻ മക്കളെ എന്ന പോലെ പ്രബോധിപ്പിച്ചും ഉത്സാഹിപ്പിച്ചും സാക്ഷ്യം പറഞ്ഞും പോന്നു എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഇത് പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിക്കയിലെ വിശ്വാസികൾക്ക് എഴുതുന്ന കാര്യം. പക്ഷേ അവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ? പൗലോസ് പറയുകയാണ്, നിങ്ങളിൽ ഓരോരുത്തരോടും ഞങ്ങൾ എങ്ങനെയാ പെരുമാറിയത്? ഒരപ്പൻ മക്കളോടെന്ന പോലെ 3 കാര്യങ്ങൾ അവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, പ്രബോധിപ്പിച്ചും ഉത്സാഹിപ്പിച്ചും സാക്ഷ്യം പറഞ്ഞു. ഒരു പിതാവിൻ്റെ ബേസിക് ആയിട്ടുള്ള 3 ക്വാളിറ്റീസ് ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. ആ പിതാവിൻ്റെ 3 ക്വാളിറ്റീസിലേക്ക് വരുന്നതിന് മുമ്പ് മാതാവിൻ്റെ 3 ക്വാളിറ്റീസിനെ കുറിച്ച് ഇതേ അധ്യായത്തിൻ്റെ 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട്. അതുകൂടെ പറഞ്ഞു വേണമല്ലോ പോകാൻ. 6 മുതൽ 9 വരെ ഒന്ന് വായിച്ചാട്ട്. ക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാർ എന്ന അവസ്ഥയ്ക്ക് ഘനത്തോടെ ഇരിപ്പാൻ കഴിവുണ്ടായിട്ടും ഞങ്ങൾ മനുഷ്യരോട്, നിങ്ങളോടാകട്ടെ മറ്റുള്ളവരോടാകട്ടെ മാനം അന്വേഷിച്ചില്ല. ഒരമ്മ അവിടെ പറയുന്നത് എങ്ങനെയാണ്? ഒരമ്മ തന്റെ കുഞ്ഞുങ്ങളെ പോറ്റും, തന്റെ കുഞ്ഞുങ്ങളെ പോറ്റുന്നത് പോലെ ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ ആർദ്രതയുള്ളവരായിരുന്നു. ഒരു അമ്മയുടെ ക്വാളിറ്റി, ആദ്യത്തെ ക്വാളിറ്റി അവിടെ പറയുന്നത് എന്താണ്? ആർദ്രത. വാട്ട് ഈസ് ആർദ്രത? ജെന്റിൽനെസ്. പിന്നെ അടുത്തത്, ഇങ്ങനെ ഞങ്ങൾ നിങ്ങളെ ഓമനിച്ചുകൊണ്ട് ഓക്കെ, നിങ്ങൾക്ക് ദൈവത്തിന്റെ സുവിശേഷം പ്രസംഗിപ്പാൻ മാത്രമല്ല, നിങ്ങൾ ഞങ്ങൾക്ക് പ്രിയരാകയാൽ. അപ്പോൾ അമ്മമാര് മക്കളെ എന്ത് ചെയ്യണം? ആദ്യം പറഞ്ഞിരിക്കുന്നത്
അവരോട് സൗമ്യതയായിട്ട് ആർദ്രതയോടെ പെരുമാറണം. രണ്ടാമതായിട്ട് അവരോട് ദൈവവചനം സുവിശേഷം, നിങ്ങളോട് ദൈവത്തിൻ്റെ സുവിശേഷം അതായത് ഭവനത്തിൽ മക്കളോട് ദൈവവചനം പറഞ്ഞു കൊടുക്കുന്ന ചുമതല അമ്മമാർക്കാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അടുത്തത് പറഞ്ഞിരുന്നത് എന്താണ്? നിങ്ങൾ ഞങ്ങൾക്ക് പ്രിയരാകയാൽ ഞങ്ങളുടെ പ്രാണനും കൂടെ വെച്ച് തരുവാൻ ഒരുക്കമായിരുന്നു. കണ്ടോ, ഒരു അമ്മയുടെ റോളാ. ജീവൻ വേണമെങ്കിൽ പോലും കൊടുക്കുന്ന ഒരമ്മ. അപ്പോൾ അമ്മയുടെ 3 കാര്യങ്ങൾ അവിടെ പറഞ്ഞിരിക്കുന്നത്: എ ഗോഡ്ലി മദർ ഈസ് ജെന്റിൽ, എ ഗോഡ്ലി മദർ ഷെയർസ് ദ ഗോസ്പൽ ആസ് വെൽ ആസ് ഹെർ ലൈഫ് വിത്ത് ഹെർ ചിൽഡ്രൻ, ആൻഡ് എ ഗോഡ്ലി മദർ വർക്ക്സ് ഹാർഡ് ടു ഫുൾഫിൽ ഹെർ റോൾ. 3 കാര്യങ്ങൾ അവിടെ പറഞ്ഞു വെച്ചിട്ടാണ് അപ്പന്മാരുടെ കാര്യത്തെക്കുറിച്ച് പറയുന്നത്. നമുക്ക് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത പിതൃദിനമാണല്ലോ, അതുകൊണ്ട് ആ അപ്പന്മാരുടെ ക്വാളിറ്റീസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: We dealt with each of you as a father deals with his own children. 3 കാര്യങ്ങൾ: encouraging, comforting and urging you to live lives worthy of God. 3 കാര്യങ്ങൾ അവിടെ പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാ? പിതാക്കന്മാർ എന്ത് ചെയ്യണം? മക്കളെ എൻകറേജ് ചെയ്യുന്നവരായിരിക്കണം, അവരെ പ്രോത്സാഹിപ്പിക്കുന്നവരായിരിക്കണം. അടുത്തത് പറയുന്നത് അവരെ കംഫർട്ട് ചെയ്യുന്നവരായിരിക്കണം, അവരെ ആശ്വസിപ്പിക്കുന്നവരായിരിക്കണം. മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് urging you to live lives worthy of God. നിങ്ങളുടെ ജീവിതം ദൈവത്തിന് കൊള്ളാകുന്ന ജീവിതമായി ജീവിച്ചു തീർക്കണം. ഈ 3 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പിതാക്കന്മാരോട് കർത്താവ് പറയുന്ന ഇതാണ്, അല്ലെങ്കിൽ ഒരു ഐഡിയൽ ഫാദറിൻ്റെ ബ്ലൂ പ്രിൻ്റാണിത്. കൺസൈസ് ഡിസ്ക്രിപ്ഷൻ of an ideal father, or what is fathering all about. A godly father encourages, comforts and urges his children to live lives worthy of God. ഇവിടെ 3 ക്വാളിറ്റീസ് പറയുന്നുണ്ട്: എൻകറേജ്, കംഫർട്ട്, urge. ഇതിനെ ഒറ്റ വാക്കിൽ ഞാൻ ഇങ്ങനെ പറയും: മോട്ടിവേറ്റ്. എന്താ മോട്ടിവേറ്റ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം? പ്രോത്സാഹിപ്പിക്കുക, അല്ലെങ്കിൽ പ്രചോദിപ്പിക്കുക. മക്കളെ എപ്പോഴും പ്രചോദിപ്പിക്കുന്നവരായിരിക്കണം പിതാക്കന്മാർ. അപ്പോൾ the father's special role in the home is that of motivation. നിങ്ങളെ പ്രചോദിപ്പിച്ച അപ്പന്മാരെ ഓർത്ത് നിങ്ങൾ ദൈവത്തിന് നന്ദി പറഞ്ഞാട്ട്. ഒരുപക്ഷെ നിങ്ങളുടെ പിതാക്കന്മാർ നിങ്ങളെ അങ്ങനെ ആയിരുന്നിരിക്കുകയില്ല. പക്ഷെ അവരെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. ദൈവത്തിന് സ്തോത്രം. അമ്മയുടെ റോള് നമ്മൾ വായിച്ചല്ലോ. അമ്മയുടെ റോള് ഇറ്റ് ഈസ് നർച്ചറിങ്. എന്താ നർച്ചറിങ് എന്ന് പറഞ്ഞാൽ? പരിപോഷിപ്പിക്കുക. 3 കാര്യങ്ങൾ നമ്മൾ അവിടെ ചിന്തിക്കുകയുണ്ടായി. സോ ബേസിക്കലി മദറിങ് ഈസ് ഓൾ അബൌട്ട് നർച്ചറിങ്, പരിപോഷിപ്പിക്കുക, മക്കളെ പരിപോഷിപ്പിക്കുക. ആൻഡ് ഫാദറിങ് ഈസ് ഓൾ അബൌട്ട് എൻകറേജിങ്. മനസ്സിലായോ? ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കളെ നിങ്ങൾ എന്ത് ചെയ്യണം? നർച്ചർ ചെയ്യണം. അവർക്ക് ആത്മീയവും ശാരീരികവും മാനസികവുമായിട്ടുള്ള പരിപോഷണം കൊടുക്കണം. എന്നാൽ പിതാക്കന്മാരോട് ദൈവവചനം പറയുന്നത്, നിങ്ങളുടെ മക്കളെ നിങ്ങൾ എന്ത് ചെയ്യണം? എൻകറേജ് ചെയ്യുന്നവരായിരിക്കണം, അവരെ പ്രോത്സാഹിപ്പിക്കുന്നവരായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. സോ മോട്ടിവേറ്റിംഗ് റോളാണല്ലോ പിതാക്കന്മാർക്ക് ഉള്ളത്. അമ്മമാരതുകൊണ്ട് മോട്ടിവേറ്റ് ചെയ്യേണ്ടെന്നല്ല, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഓവർലാപ്പ് ചെയ്ത് വരും. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ അമ്മമാർ തന്നെയുള്ള ഭവനങ്ങളുണ്ട്, അപ്പന്മാർ മാത്രമുള്ള കുടുംബങ്ങളുണ്ട്. അവിടെ ചിലപ്പോൾ രണ്ട് റോള് ഒരുമിച്ച് ചെയ്യേണ്ടതായിട്ട് വരും. നിങ്ങൾക്കറിയാമല്ലോ, ഈ കൊച്ചു കുഞ്ഞുങ്ങൾ ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ പിള്ളേരെ അവർ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് വീണ് കാലോ കയ്യോ എല്ലാം മുറിഞ്ഞു കഴിഞ്ഞാൽ അവർ ഓടി ആരുടെ അടുക്കലായിരിക്കും ചെല്ലുന്നത്? ഒരു ബാൻഡേജ് വെച്ച് കെട്ടാൻ വേണ്ടി ആരുടെ അടുക്കലായിരിക്കും ചെല്ലുന്നത്? അപ്പൻ്റെ അടുക്കലായിരിക്കും, അമ്മയുടെ അടുക്കലായിരിക്കുമോ? അമ്മയുടെ അടുക്കലായിരിക്കും. കാരണം എന്താണെന്നറിയാമോ? അവർക്കറിയാം അമ്മയിൽ നിന്നാണ് കിട്ടുന്നത് നർച്ചറിങ്, ആ ഒരു പരിപോഷണം. അവരമ്മയുടെ അടുക്കിലേക്കാണ് ഓടിച്ചെല്ലുന്നത്. എന്നാൽ ഈ പിള്ളേർ, ഒരിക്കലും ഒരു പിതാവ് എന്നോട് പറഞ്ഞതാണ്, വീണിട്ട് ഈ കുഞ്ഞിന് എന്തെങ്കിലും മുറിവ് പറ്റിയോ ഇല്ലയോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അവൻ ആരുടെ അടുക്കിലോട്ടാണ് ഓടിച്ചെല്ലുന്നതെന്ന് നോക്കിയാൽ മതി. അവന് മുറിവ് പറ്റിയെങ്കിൽ അവൻ ആദ്യം ഓടിച്ചെല്ലുന്നത് അമ്മയുടെ അടുക്കിലോട്ടായിരിക്കും. മുറിവൊന്നും പറ്റിയില്ല, വീണതേ ഉള്ളൂ എങ്കിൽ അവൻ ഓടി അപ്പൻ്റെ അടുക്കിലായിരിക്കും വരുന്നത്. അപ്പനൊന്ന് പ്രോത്സാഹിപ്പിക്കാൻ, സാരമില്ല, മിടുക്കനായിട്ടിരിക്കും, കളിച്ചോ എന്ന് പറഞ്ഞ് ഒരു തട്ടൊക്കെ കൊടുത്തു കഴിയുമ്പോഴത്തേന്, ഒരു പാറ്റൊക്കെ കൊടുത്തു കഴിയുമ്പോഴത്തേന് അവൻ ഓടിപ്പോയി പിന്നെയും കളിക്കും. അതാ മുറിവ് പറ്റിക്കഴിഞ്ഞാൽ കരഞ്ഞുകൊണ്ട് അമ്മയുടെ അടുക്കലായിരിക്കും ഓടി വരുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും, അമ്മയുടെ റോള് നെർച്ചറിങ്ങും അപ്പൻ്റെ റോള് എൻകറേജിങ്ങുമാണ്.
ദൈവത്തിന് സ്തോത്രം. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ഈ പിതാക്കന്മാരുടെ മോട്ടിവേഷണൽ റോളിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത് നമ്മൾ പറഞ്ഞ എങ്ങനെയാണ്, ഹൗ ടു മോട്ടിവേറ്റ് യുവർ ചിൽഡ്രൻ ബൈ എൻകറേജിങ് ദം. ഈ എൻകറേജ് ചെയ്യുമ്പോൾ അതിനകത്ത് 3 കാര്യങ്ങളുണ്ട്. പെട്ടെന്ന് ഞാനത് പറഞ്ഞു നിർത്താം. സോ വാട്ട് ഈസ് എൻകറേജിങ്? പ്രോത്സാഹിപ്പിക്കുക എന്ന് പറഞ്ഞാൽ 3 കാര്യങ്ങളാണ്. എൻകറേജ് വിത്ത് യുവർ വേർഡ്സ്, എൻകറേജ് വിത്ത് യുവർ പ്രസൻസ് ആൻഡ് എൻകറേജ് വിത്ത് യുവർ സപ്പോർട്ട്. നിങ്ങളുടെ വാക്കുകൊണ്ട് പ്രോത്സാഹിപ്പിക്കുക, പിതാക്കന്മാരോടാണ്. നിങ്ങളുടെ വാക്കുകൾ കൊണ്ട് പ്രോത്സാഹിപ്പിക്കുക, നിങ്ങളുടെ സാന്നിധ്യം കൊണ്ട് പ്രോത്സാഹിപ്പിക്കുക, നിങ്ങളുടെ പിന്തുണ കൊണ്ട് പ്രോത്സാഹിപ്പിക്കുക. എങ്ങനെയാണ് നമ്മുടെ വാക്കുകൾ കൊണ്ട് നമ്മൾക്ക് മക്കളെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്നത്? നിങ്ങൾക്കറിയാമോ, വാക്കുകൾക്ക് ഭയങ്കര ശക്തിയാണ്. നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ അത് മരണത്തിനും ജീവനും ഇടയായിത്തീരും. വേർഡ്സ് ഓഫ് ദ പവർ. ദൈവം സകലത്തെയും സൃഷ്ടിച്ചത് തൻ്റെ വാക്കിനല്ല. അതുകൊണ്ട് നമ്മൾ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളോട് പറയുന്ന വാക്കുകൾ അവരിൽ വലിയ വ്യത്യാസം ഉണ്ടാക്കും. അത് നെഗറ്റീവായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരെ നെഗറ്റീവായിട്ട് ബാധിക്കും. പോസിറ്റീവായിട്ട് പറഞ്ഞാൽ അവരെ അത് പോസിറ്റീവായിട്ട് ബാധിക്കും. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു. പുതിയൊരു കണ്ടുപിടുത്തം ശാസ്ത്രജ്ഞന്മാർ നടത്തി. അതായത് മനുഷ്യരോട് മാത്രമല്ല, ഈ ഭൂമിയിലെ ഏത് വസ്തുവിനോടും നല്ലത് പറഞ്ഞാൽ അത് പ്രതികരിക്കും. ആ സയൻറ്റിഫിക് സ്റ്റഡി ഇങ്ങനെയായിരുന്നു. ശാസ്ത്രജ്ഞന്മാർ ചെറിയ ചെറിയ ഗ്ലാസ് സ്ലൈഡിനകത്ത് ഒരു തുള്ളി വെള്ളമൊഴിച്ചിട്ട് ആ വെള്ളത്തോട് പറഞ്ഞു, യു ആർ ബ്യൂട്ടിഫുൾ, യു ലുക്ക് ഗ്രേറ്റ്. അങ്ങനെ നല്ല വാക്കുകൾ ഈ ഒരു തുള്ളി വെള്ളത്തോട് പറഞ്ഞിട്ട് ഈ വെള്ളത്തെ എടുത്ത് ഫ്രീസറിൽ വെച്ചു. ആ ഫ്രീസറിൽ വെച്ച് അത് ഐസായി കഴിഞ്ഞിട്ട് അവരൊരു സൂക്ഷ്മ അല്ലെങ്കിൽ പറയുന്നത് മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കിയപ്പോൾ മനോഹരമായ രൂപങ്ങളായി അത് മാറി. നിങ്ങൾ ഈ കാലിഡോസ്കോപ്പിൽ കൂടെ കണ്ടിട്ടില്ലേ മനോഹരമായ, അല്ലെങ്കിൽ ഈ സ്നോഫ്ലേക്സ് ഓരോ സ്നോഫ്ലേക്സും വ്യത്യസ്തങ്ങളാണ്. ഒരു സ്നോഫ്ലേക്ക് എടുത്തിട്ട് അതിനെ മൈക്രോസ്കോപ്പിലൂടെ നോക്കിയാൽ നല്ല ഷേപ്സ് ആയിരിക്കും അത്. ഈ നല്ല വാക്കുകൾ പറഞ്ഞ വെള്ളത്തുള്ളികൾ ഐസായി കഴിഞ്ഞ് അതിനെ മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കിയപ്പോൾ അത് മനോഹര രൂപങ്ങളായി പരിണമിച്ചു. സിമെട്രിക്കൽ പാറ്റേൺസ് കണ്ടു അവർ. എന്നിട്ട് വേറൊരു തുള്ളി വെള്ളത്തെ എടുത്തിട്ട് അതിനോട് പറഞ്ഞു, യു ആർ അഗ്ലി, യു ആർ ഡേർട്ടി, യു ആർ മീൻ, യു ആർ ഗുഡ് ഫോർ നത്തിങ് എന്നൊക്കെ വാക്കുകൾ പറഞ്ഞിട്ട് അതിനെ എടുത്ത് ഐസാക്കി കഴിഞ്ഞിട്ട് അതിനെ എടുത്ത് പരിശോധിച്ചപ്പോൾ അവയ്ക്ക് ഒരു ഷേപ്പും ഇല്ലായിരുന്നു. അവ വികൃതങ്ങളായിരുന്നു, വൈരൂപ്യം ബാധിച്ച ഐസ് കട്ടകളായിരുന്നു. ദിസ് ഈസ് എ സയൻറ്റിഫിക്കലി പ്രൂവൺ ഫാക്റ്റ്. ഈവൻ ലോകത്തിലെ അചേതനങ്ങളായ വസ്തുക്കൾ പോലും വാക്കുകൾ, മനുഷ്യൻ്റെ വാക്കുകൾ അവയെ എത്രമാത്രം സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം. അപ്പോൾ ഈ ജീവനുള്ള ആത്മാവുള്ള ഈ വ്യക്തിത്വമുള്ള നമ്മളോട് ഓരോരുത്തർ പറയുന്ന വാക്കുകൾ നിങ്ങളെ നല്ലതാക്കാനും നിങ്ങളെ നശിപ്പിക്കാനും സാധിക്കും. നമ്മുടെ കുഞ്ഞുങ്ങളോട് നമ്മൾ പറയുന്ന വാക്കുകൾ എങ്ങനെയുള്ള വാക്കുകളാണ്? യു ക്യാൻ എൻകറേജ് ദം ബൈ യുവർ വേർഡ്സ്. ഒരു കോട്ട് ഇങ്ങനെയുണ്ട്, ഇഫ് എ ചൈൽഡ് ഗ്രോസ് അപ്പ് വിത്ത് ക്രിറ്റിസിസം he learns to condemn. If a child grows up with praise and encouragement, he learns to appreciate and to have confidence. എപ്പോഴും വിമർശനം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പൈതൽ, ഒരു കുഞ്ഞ്, അവനും വളർന്നു വരുമ്പോൾ അവനും എല്ലാവരെയും വിമർശിക്കുന്നവനും കണ്ടം ചെയ്യുന്നവനുമായിരിക്കും. എന്നാൽ പ്രൈസും എൻകറേജ്മെൻറ്റും കേട്ട് വളരുന്ന ഒരു കുഞ്ഞ്, he learns to appreciate. അവൻ എല്ലാത്തെയും അപ്രീഷിയേറ്റ് ചെയ്യുന്നവളും ജീവിതത്തിൽ കോൺഫിഡൻസ്, ആത്മവിശ്വാസമുള്ളവരുമായിട്ട് വളരും. നമ്മുടെ കുഞ്ഞുങ്ങളോട് പറയുന്ന വാക്കുകൾ നമ്മൾ വളരെ സൂക്ഷിച്ച് വേണം ഉപയോഗിക്കാനായിട്ട്. ദൈവത്തിൻ്റെ സ്തോത്രം. നമ്മളവരെ ഒരിക്കലും ഡിസ്കറേജ് ചെയ്യാൻ പാടില്ല. അവരുടെ ഭാഗത്തുനിന്ന് വീഴ്ചകൾ വന്നാൽ പോലും അവരെ നമ്മൾ എൻകറേജ് ചെയ്യണം വിത്ത് യുവർ വേർഡ്സ്. ഞാനൊരിക്കൽ ഇവിടെ പറഞ്ഞിട്ടുള്ളതാണെന്ന് തോന്നുന്നു. എനിക്ക് 100-ൽ 99 മാർക്ക് ഇംഗ്ലീഷിന് കിട്ടി. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തുള്ളിച്ചാടി ആൻസർ പേപ്പറുമായിട്ട് എൻ്റെ പപ്പായെ കാണിക്കാൻ വേണ്ടി ഓടിച്ചെന്നപ്പോൾ പപ്പ എന്നോട് ചോദിച്ചു, വേർ ഈസ് ദാറ്റ് ലോസ്റ്റ് 1 മാർക്ക്? ആ 1 മാർക്ക് എവിടെ പോയടാന്ന് ചോദിച്ചു എന്നെ വഴക്ക് പറഞ്ഞു. എൻ്റെ അപ്പൻ ഞാൻ കുറച്ചുകൂടെ 100-ൽ 100 വാങ്ങിക്കണം എന്നുള്ള ആഗ്രഹത്തിലായിരിക്കും അത് പറഞ്ഞത്. പക്ഷേ അതെൻ്റെ ഹൃദയത്തിൽ വലിയ ഒരു മുറിവുണ്ടാക്കി. ഞാൻ ഈ കഴിഞ്ഞ ദിവസം എൻ്റെ പെങ്ങളുടെ മകൻ, അവൻ 12th പാസ്സായി. അവൻ എന്നോട് പറയുമായിരുന്നു, അപ്പച്ചാ എന്നാണ് എന്നെ വിളിക്കുന്നത്, അപ്പച്ചാ
ഒരു പ്രാർത്ഥനാ വിഷയമുണ്ട്. എൻ്റെ കൂടെ പഠിച്ച 12th പഠിച്ച എൻ്റെ കൂട്ടുകാരൻ, അവൻ സൂയിസൈഡ് കമ്മിറ്റ് ചെയ്തു. he attempted suicide and he is in കിംസ് ഹോസ്പിറ്റൽ, വെന്റിലേറ്ററിലാണ്, പ്രാർത്ഥിക്കണേന്ന്. ഞാൻ ചോദിച്ചു എന്തോ പറ്റിയതാ മോനെ? അവൻ 12th പാസ്സായി, അവന് 84% മാർക്കുണ്ടായിരുന്നു. പക്ഷേ അവൻ്റെ അപ്പൻ അവനെ ഒത്തിരി വഴക്ക് പറഞ്ഞു. അവൻ്റെ 84% മാർക്കുണ്ടായിരുന്ന ഒരു കുഞ്ഞിനെ ആ അപ്പൻ വഴക്ക് പറഞ്ഞ് അവനെ ഉപദ്രവിച്ചു. അവനെ കടുങ്കൈ ചെയ്തു. 2 ദിവസം വെന്റിലേറ്ററിൽ കിടന്നു. ആ കുഞ്ഞ് ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. പ്രിയമുള്ളവരെ, നമ്മുടെ കുഞ്ഞുങ്ങളോട് നമ്മൾ പറയുന്ന വാക്കുകൾ അത് മരണവും ജീവനും പ്രദാനം ചെയ്യാൻ ശക്തിയുള്ളവ. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളോട് പറയുന്ന വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കുക. രണ്ടാമതായിട്ട് കുഞ്ഞുങ്ങളെ എൻകറേജ് ചെയ്യാൻ കഴിയുന്നത് എങ്ങനെയാണ്? വിത്ത് യുവർ പ്രസൻസ്, നമ്മുടെ സാന്നിധ്യം. എൻകറേജ് യുവർ ചിൽഡ്രൻ വിത്ത് യുവർ പ്രസൻസ്. നമ്മൾ അവരോടൊപ്പം ഉണ്ടെന്നുള്ള ഒരു ബോധ്യം അവർക്കുണ്ടായിരിക്കണം. നിങ്ങളവരെ അടുത്ത് വിളിച്ച് അവരോട് ഒടുവിൽ സംസാരിച്ച എന്നാ? നിങ്ങളുടെ മക്കളോട്, ഞാൻ പിതാക്കന്മാരോടാണ് ചോദിക്കുന്നത്. നിങ്ങളുടെ മക്കളെയൊക്കെ എന്ന് അടുത്ത് വിളിച്ചിരുത്തി പെപ് ടോക്സ് എന്ന് പറയുമല്ലോ, അവരെ ഒന്ന് സന്തോഷിപ്പിക്കുന്ന, പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ അവരോട് വർത്തമാനം പറഞ്ഞിട്ട് എത്ര നാളായി? നിങ്ങളുടെ മക്കൾ, ആൺമക്കളായാലും പെൺമക്കളായാലും, അവരെ ഒന്ന് അടുത്ത് വിളിച്ചിരുത്തി അവരോടൊന്ന് സംസാരിക്കുക. ഇന്ന് പലർക്കും സമയമില്ല. വി നീഡ് ടു റീ-എക്സാമിൻ അവർ പ്രയോറിറ്റീസ്. പിതാക്കന്മാരെ, നമ്മളുടെ പ്രയോറിറ്റീസ്, നമ്മുടെ മുൻഗണനകളെ ഒന്നുകൂടെ ഒന്ന് ക്രമപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ജോലി ജോലി ജോലി, അധ്വാനം അധ്വാനം എന്നും പറഞ്ഞ് നമ്മളങ്ങ് പോവുക. നമ്മുടെ കുടുംബമാണ് ആദ്യം. കുടുംബത്തിൻ്റെ കാര്യം വിട്ടിട്ട് നിങ്ങൾ മറ്റു കാര്യങ്ങളുടെ പുറകെ പോയാൽ നിങ്ങൾക്ക് ഉണ്ടാകുന്നത് വലിയ നഷ്ടമായിരിക്കും. നിങ്ങൾക്കറിയാമോ, അമേരിക്കയിൽ നടന്ന ഒരു സർവേയിൽ എൻ്റെ റിസൾട്ട് ഇതായിരുന്നു: ഡിന്നർ ടൈം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുന്നത് വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. ആൻഡ് ഇൻ ദാറ്റ് സർവേ ഇറ്റ് വാസ് ഫൗണ്ട് ദാറ്റ് ടീൻസ് ഹു ഈറ്റ് ഡിന്നർ വിത്ത് ദെയർ പേരൻസ് അറ്റ്ലീസ്റ്റ് 5 times a week are less likely to take drugs, less likely to be depressed, and more motivated in their schoolwork and have a happier social life. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന വീട്ടിലെ കുഞ്ഞുങ്ങൾ അവരെന്ത് ചെയ്യത്തില്ല? അവരൊരിക്കലും ലഹരിയുടെ പുറകെ പോകത്തില്ല, അവരൊരിക്കലും ഡിപ്രഷനിലോട്ട് പോകത്തില്ല, അവരെപ്പോഴും മോട്ടിവേറ്റഡ് ആയിരിക്കും, അവർക്കൊരു ഹാപ്പി സോഷ്യൽ ലൈഫ് ഉണ്ടായിരിക്കും. ഈറ്റിംഗ് ടുഗെദർ പ്രൊമോട്ട്സ് കമ്മ്യൂണിക്കേഷൻ, ഇറ്റ് പ്രൊമോട്ട്സ് ഡിസ്കഷൻ, വിച്ച് പ്രൊമോട്ട്സ് ഷെയറിങ്, വിച്ച് പ്രൊമോട്ട്സ് ലവ്. എത്ര പേര് നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് കൂടെ ഇരുന്ന് അത്താഴം കഴിക്കാറുണ്ട്? അവിടെ അത്താഴം കഴിക്കുമ്പോഴുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ചിലർ അത്താഴം കഴിക്കാറുണ്ട്, അവനവന്നിരുന്ന് കഴിച്ചേച്ചങ്ങ് പോവും. പക്ഷെ ഇറ്റ്സ് എ ടൈം ഫോർ ഡിസ്കഷൻ, ഇറ്റ്സ് എ ടൈം ഫോർ ഷെയറിങ്, ഇറ്റ്സ് എ ടൈം ഫോർ കമ്മ്യൂണിക്കേഷൻ. വർത്തമാനം പറഞ്ഞ് സന്തോഷിച്ച് പിള്ളേരോട് കാര്യങ്ങളൊക്കെ ചോദിച്ച്, ഇന്ന് എന്തൊക്കെ ഉണ്ടായിരുന്നു വിശേഷം സ്കൂളിൽ, ഇങ്ങനെയൊക്കെ ഒന്ന് സംസാരിച്ചിട്ട് എത്ര നാളായി. അങ്ങനെ ചെയ്യുന്നവർക്കാട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നീൽ സ്ട്രൈറ്റ് എന്ന് പറയുന്ന ഒരു ദാസൻ ഇങ്ങനെ പറഞ്ഞു: ദ ബെസ്റ്റ് ഗിഫ്റ്റ് എ ഫാദർ ക്യാൻ ഗിവ് ടു ഹിസ് ചൈൽഡ് ഈസ് ദ ഗിഫ്റ്റ് ഓഫ് ഹിംസെൽഫ്. തന്നെ തന്നെ കൊടുക്കുന്നതാണ് ഒരു പിതാവിനും ഒരു മകന്, മക്കൾക്ക് കൊടുക്കാവുന്ന, ഒരു കുഞ്ഞിന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനം. ഫോർ മെറ്റീരിയൽ തിങ്സ് മീൻ ലിറ്റിൽ ഇഫ് ദർ ഈസ് നോട്ട് സംവൺ ടു ഷെയർ ദം വിത്ത്. ഒരു 1500 പിള്ളേരോട് ഒരിക്കലൊരു ചോദ്യം ചോദിച്ചു: വാട്ട് ഡു യു തിങ്ക് മേക്സ് എ ഹാപ്പി ഫാമിലി? ഒരു സന്തുഷ്ടമായ കുടുംബം ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു. അവരാരും പറഞ്ഞില്ല ഒത്തിരി പണം വേണം, വലിയ വീട് വേണം, വലിയ ലാർജ് TV സ്ക്രീൻ വേണമെന്നൊന്നും അവർ പറഞ്ഞില്ല. പക്ഷെ അവരെല്ലാവരും പറഞ്ഞ ഒരു ഉത്തരമുണ്ടായിരുന്നു: ഡൂയിങ് തിങ്സ് ടുഗെദർ. ഒരുമിച്ച് എല്ലാം ചെയ്യണം. വീട്ടിലുള്ള എല്ലാവരും കൂടെ ചേർന്ന് ഒന്നിച്ച് സന്തോഷമായിട്ട് എല്ലാ കാര്യങ്ങളും ഒന്നിച്ച് ചെയ്യണം. നിങ്ങൾക്കറിയാമോ, പിള്ളേരോട് ചോദിക്കുക ലവിൻ്റെ സ്പെല്ലിംഗ് എന്താണെന്ന് ചോദിച്ചാൽ അവർ പറയും: വാട്ട്സ് ദ സ്പെല്ലിംഗ് ഓഫ് ലവ്? TIME. വാട്ട്സ് ദ സ്പെല്ലിംഗ് ഓഫ് ലവ്? നമുക്ക് LOVE. പക്ഷേ പിള്ളേരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ടൈം.
It's time we need to encourage our kids with our presence. നമ്മുടെ സമയം അവർക്ക് കൊടുക്കുക. വിത്ത് യുവർ സപ്പോർട്ട്. അടുത്തത് മൂന്നാമതായിട്ട് വിത്ത് യുവർ സപ്പോർട്ട്. 3 കാര്യങ്ങളാണ് എൻകറേജ്മെൻറ്റിനകത്തുള്ളത്. ഒന്നാമത്തേത് എന്തായിരുന്നു? വേർഡ്സ്. രണ്ടാമത്തേത് പ്രസൻസ്. മൂന്നാമത്തേത് സപ്പോർട്ട്. അവർ ചെയ്യുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ നിങ്ങൾക്കത് വലിയ താല്പര്യമായിട്ട് തോന്നത്തില്ലായിരിക്കും. പിള്ളേർ വന്ന് പറയുക, ഇപ്പം കുഞ്ഞുങ്ങൾ പറയും, പപ്പ എനിക്ക് പൈലറ്റ് ആകണം, അല്ലെങ്കിൽ പപ്പ എനിക്ക് പോലീസുകാരനാവണം. അപ്പം നിങ്ങൾ പറയും പോടാ, അങ്ങനൊന്നും പറയരുത്. കുറച്ച് കഴിയുമ്പോൾ അവരുടെ അതൊക്കെ മാറിക്കോളും. അവരെ നേരം ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. ആണോ, പൈലറ്റ് ആവണോ? ഓക്കെ, വെരി ഗുഡ്. അവൻ്റെ പൈലറ്റ് ചിലപ്പോൾ ആയിക്കൂടാന്നില്ലല്ലോ. അപ്പോൾ അവരുടെ കൊച്ചു കൊച്ചു ഇഷ്ടങ്ങളെയൊക്കെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കണം, അതിന് പിന്തുണ കൊടുക്കണം, സപ്പോർട്ട് ചെയ്യണം. എനിക്കറിയാം, ഒരു മോള് അപ്പനോട് പറയും, പപ്പ എനിക്ക് ഭാവിയിൽ ഒരു കലാകാരിയാകണം. ഇന്നത്തെ ഇന്നത്തെ പേരൻസ് ആണെങ്കിൽ പറയും, കലാകാരിയോ കൂടി അവിടുന്ന്, നീ വല്ല ഡോക്ടറോ എഞ്ചിനീയറോ ആകാൻ മതി എന്ന്. ഈ അപ്പൻ ചെയ്തതെന്നറിയാമോ? ഓക്കെ, യു വാണ്ട് ടു ബി എൻ ആർട്ടിസ്റ്റ്. ഓക്കെ, പുള്ളിക്കാരൻ മോളെയും വിളിച്ചുകൊണ്ട് പോയിട്ട് കടയിൽ പോയിട്ട് അവൾക്ക് കുറേ ചായ പെൻസിലും കളർ പെൻസിലും ഒക്കെ വാങ്ങിച്ച് വലിയൊരു ക്യാൻവാസും ഒക്കെ വാങ്ങിച്ച് ഓക്കെ എന്ന് പറഞ്ഞു കൊടുത്തു. കുറച്ച് നാൾ കഴിഞ്ഞിട്ട് അവരുടെ താല്പര്യമൊക്കെ മാറി, അത് വേറെ കാര്യം. പക്ഷെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പറയുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിങ്ങളവരെ എപ്പോഴും പ്രോത്സാഹിപ്പിക്കുന്നവർ, നിങ്ങളുടെ ഒരു സപ്പോർട്ട് അവർക്ക് വേണം. ഡോണ്ട് ക്രിട്ടിസൈസ് എവറി മിസ്റ്റേക്ക്. അവർ കാണിക്കുന്ന തെറ്റുകളെയൊക്കെ എപ്പോഴും അങ്ങ് വിമർശിച്ചുകൊണ്ടിരിക്കാതെ, ഞാൻ നിൻ്റെ കൂടെയുണ്ട്, നീ തെറ്റ് ചെയ്താലും ശരി ചെയ്താലും ഐ എം ഓൾവേസ് വിത്ത് യു, ഐ ആം ഫോർ യു എന്ന് പറയാൻ നമുക്ക് കഴിയണം പിതാക്കന്മാരെ. അപ്പോൾ 3 കാര്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചത്. എങ്ങനെയാണ് യു ക്യാൻ എൻകറേജ് യുവർ ചിൽഡ്രൻ വിത്ത് യുവർ വേർഡ്സ്, വിത്ത് യുവർ പ്രസൻസ് ആൻഡ് വിത്ത് യുവർ സപ്പോർട്ട്. ഇനി അഗെയിൻ യു ക്യാൻ മോട്ടിവേറ്റ് യുവർ ചിൽഡ്രൻ ബൈ കംഫർട്ടിങ് ദം. അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട്. എങ്ങനെയാണ് ആശ്വസിപ്പിക്കുന്നത്? 3 കാര്യങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ബൈ ലിസണിങ്, ബൈ എംപതൈസിങ്, ബൈ ടച്ചിങ്. 3 കാര്യങ്ങൾ. ഒന്ന്, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ കേൾക്കണം. എത്ര പേര് മക്കളെ അടുത്ത് വിളിച്ചിരുത്തി സംസാരിച്ച് അവർക്ക് പറയാനുള്ളത് കേൾക്കാറുണ്ട്? നമുക്ക് പറയാനുള്ളത് അവരെ കേൾപ്പിക്കും. ഞാൻ പറയുന്ന പോലെ ഇവിടെ ചെയ്തോണം, ഞാൻ വരയ്ക്കുന്ന വരയ്ക്ക് അപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ പോകാൻ പാടില്ല, എന്നോടെന്നെ പണ്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്കവിടെ വോയിസ് ഇല്ല. പണ്ടത്തെ കാലത്ത് ഇന്നത്തെ കാലത്തൊക്കെ വളരെ വ്യത്യാസമുണ്ട്. ഇന്നത്തെ പിള്ളേരുമായിട്ട് വലിയ കമ്മ്യൂണിക്കേഷനൊക്കെ ഉണ്ട്. പണ്ടത്തെ പോലുള്ള ഗ്യാപ്പില്ല. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് അപ്പൻ പറയുന്നതിനപ്പുറമില്ല. അപ്പൻ വന്നു കഴിഞ്ഞാൽ വീട് ശ്മശാന മൂകതയാണ്. ഇന്ന് പിള്ളേരാണ് കടന്ന് അടിച്ചു പൊളിക്കുന്നത്. അപ്പനും അമ്മയും ശ്മശാന മൂകതയിലിരിക്കുക. എന്നാൽ പല ഭവനങ്ങളിലും ഇന്നും ഒരു ഗ്യാപ്പ്, എന്താ പറയുക, ഒരു ജനറേഷണൽ ഗ്യാപ്പുണ്ട്. അപ്പോൾ അവരെ വിളിച്ചിരുത്തി സംസാരിക്കുക, അവർക്ക് പറയാനുള്ളത് കേൾക്കുക. രണ്ടാമതായിട്ട് എംപതൈസ് വിത്ത് ദം. അവരുമായിട്ട് താതാത്മ്യം പ്രാപിക്കുക. ഇപ്പോൾ ഒരു കൊച്ചു കുഞ്ഞു വന്നിട്ട് പറയുക, പപ്പ എനിക്ക് ഇരുട്ടിനെ പേടിയാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെന്തോ ചെയ്യും? അപ്പം എന്തിനാ പേടിക്കുന്നേ? കർത്താപ്പച്ചൻ കൂടില്ലേ? അയ്യോ, ഈ 3 വയസ്സുള്ള കുഞ്ഞിന് ഇതൊന്നും അറിയത്തില്ല. അപ്പം 3 വയസ്സുള്ള കുഞ്ഞിനോട് കർത്താപ്പച്ചൻ കൂടുണ്ട് കേട്ടോ, പേടിക്കണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ ഭയമൊന്നും അന്നേരം മാറാൻ പോകുന്നില്ല. അപ്പം നിങ്ങൾക്ക് പറയാവുന്ന ഇങ്ങനെയുള്ളൂ, ആണോ മോളെ, പപ്പായ്ക്കും ഇതുപോലായിരുന്നു, പപ്പായുടെ കൊച്ചുനാളിൽ പപ്പായ്ക്കും പേടിയായിരുന്നു എന്നൊക്കെ അങ്ങനെയൊന്ന് പറഞ്ഞു നോക്കുമ്പം അവർക്ക് ആണോ, എൻ്റെ പപ്പായ്ക്കും പേടിയായിരുന്നോ? എന്നിട്ട് പിന്നെ അന്നേരം പപ്പ പിന്നെ എങ്ങനെയാ പേടി മാറിയെന്ന് ചോദിക്കുമ്പം നമുക്ക് പറയാം. അപ്പം അതാ താതാത്മ്യം പ്രാപിക്കുക എന്ന് പറയുന്നത്. അവരുമായിട്ട് ഒരു വൺനെസ് എസ്റ്റാബ്ലിഷ് ചെയ്യുക. ട്രൈ ടു എംപതൈസ് വിത്ത് യുവർ ചൈൽഡ്, വിത്ത് യുവർ ചിൽഡ്രൻ. വേഗത്തിൽ അങ്ങ് ഓടിച്ചു പോകാൻ സമയമില്ല. എംപതൈസിനെ കുറിച്ച് ഒരു ചെറിയൊരു കഥ ഞാൻ നിങ്ങളോട് പറയാം. ഒരപ്പൻ അദ്ദേഹത്തിൻ്റെ മോനെ ലുക്കീമിയ ബാധിച്ചു. അവന് കീമോതെറാപ്പി എല്ലാം കഴിഞ്ഞിട്ട് ഈ കുഞ്ഞിൻ്റെ മുടിയെല്ലാം അങ്ങ് പൊഴിഞ്ഞു പോയി. ഈ അപ്പനും ആ കുഞ്ഞിനോട് ഭയങ്കര സ്നേഹമാണ്. അവനോട് ആ സ്നേഹം എങ്ങനെ ഒന്ന് പ്രകടിപ്പിക്കണം? അവൻ ഈ കണ്ണാടി നോക്കിയിട്ട് അയ്യോ അവൻ്റെ മുടിയെല്ലാം പോയി, അവൻ ആകെപ്പാടെ ക്ഷീണിതനായിട്ടിരിക്കുന്നത് കണ്ടപ്പോൾ കുഞ്ഞിന് ഭയങ്കര വിഷമമുണ്ടായി. പക്ഷേ കുഞ്ഞിനെ എങ്ങനൊന്ന് ഞാൻ സമാധാനിപ്പിക്കും, കുഞ്ഞിനെ എങ്ങനെ അവൻ്റെ മനസ്സിലൊന്ന് താതാത്മ്യം പ്രാപിക്കാൻ എനിക്ക് കഴിയുമെന്ന് പിതാവ് ചിന്തിച്ചു. പിതാവ് ചെന്നിട്ട് ഒരു
പോയിട്ട് പുള്ളിയുടെ മുടി മുഴുവനും പുള്ളി അങ്ങ് ഷേവ് ചെയ്തു. ദ ഫാദർ ഷേവ്ഡ് ഓഫ് ഹിസ് ഹെയർ. എന്നിട്ട് മോൻ്റെ അടുക്ക വന്നിരുന്നു. അപ്പോൾ അവനെ പപ്പായെ നോക്കി, മുടിയില്ലാത്ത പപ്പ, മുടിയില്ലാത്ത മോൻ. നോക്കിയേ, ഇതാണ് താതാത്മ്യം പ്രാപിക്കുക എന്ന് പറയുമ്പോൾ. നിങ്ങളുടെ കുഞ്ഞുങ്ങളുമായിട്ട് നിങ്ങൾ അങ്ങനെ താതാത്മ്യം പ്രാപിക്കുക. അപ്പോൾ അവനോട് പറയാം, നോ മോനെ, ഐ ലവ് യു സോ മച്ച്. എത്ര വാക്കുകൾ നിങ്ങൾ ഉപയോഗിക്കുന്നതിനേക്കാളും എത്രയോ പവർഫുൾ ആൻഡ് മോർ എഫക്റ്റീവാണ് ഈ ഒരു പ്രവൃത്തിയിൽ കൂടെ ആ പിതാവ് ചെയ്തത്. നമ്മുടെ കുഞ്ഞുങ്ങളോടുള്ള നമ്മളുടെ പ്രതികരണം എങ്ങനെയാണ്? അടുത്തത് ബൈ ഫിസിക്കൽ ടച്ച്. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഒന്ന് ചേർത്ത് പിടിച്ച് അവരെ ഒന്ന് ഹഗ് ചെയ്തിട്ട് എത്ര നാളായി? പല പിതാക്കന്മാർക്കും കുഞ്ഞുങ്ങൾ പ്രായമായി കഴിഞ്ഞാൽ, ടീനേജേഴ്സ് ആയിക്കഴിഞ്ഞാൽ ഒന്ന് ഹഗ് ചെയ്യാനൊക്കെ എന്തൊരു പ്രയാസമാണ് അല്ലേ? ഇന്നലെ എൻ്റെ നെവ്യൂസൊക്കെ വീട്ടിൽ വന്നായിരുന്നു. ഞങ്ങൾ അവരുടെ അടുത്ത് പോയി ഒരുമിച്ച് കൂടി. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവരെ ഒന്ന് ഹഗ് ചെയ്യുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. ഇന്ന് രാവിലെ എൻ്റെ ഒരു അനിയൻ്റെ മോൾ എനിക്ക് മെസ്സേജ് അയച്ചു, ഹാപ്പി ഫാദേഴ്സ് ഡേ വല്യപ്പ എന്നും പറഞ്ഞ്. നോക്കിയേ, ഇന്നലെ രാത്രി ഞാൻ അവളെ ഒന്ന് ഹഗ് ചെയ്ത് വിട്ടു, ഒരു കിസ് കൊടുത്ത് ഒരു ഹഗ് ചെയ്ത് വിട്ടു. ഷീ ഈസ് നൗ 24 years 25 years. നിങ്ങളുടെ പ്രായമുള്ള പെൺമക്കളെ, നിങ്ങളുടെ പ്രായമുള്ള ആൺമക്കളെ നിങ്ങളൊന്ന് ഹഗ് ചെയ്തിട്ട് എത്ര നാളായി? ചിലർക്കൊക്കെ ഒരു നാണം, ഒരു പിള്ളേരൊക്കെ വലുതായി കഴിഞ്ഞാൽ പിന്നെ ഒന്ന് കെട്ടിപ്പിടിക്കാനും ഒക്കെ. അവരെത്രമാത്രം, അവരിപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളല്ലേ? അതിനെ നമ്മളെന്തിനാ അങ്ങനെ കാണുന്നത്? അവരിപ്പോഴും നമ്മുടെ മനസ്സിൽ കുഞ്ഞുങ്ങളാണ്. അവർ ശരീരം കൊണ്ട് വലുതായെങ്കിലും അവരുടെ ഉള്ളിൽ ഇപ്പോഴും ഒരു കുഞ്ഞുണ്ട്. നിങ്ങളുടെ ഒരു കെട്ടിപ്പിടുത്തത്തിന് വേണ്ടി അവർ ആഗ്രഹിക്കുന്നു. എൻ്റെ ഒരു നെവ്യൂ എന്നോട് പറയാം, അവനൊരു മോനുണ്ട്, ഞാൻ അവനെ ഒന്ന് കെട്ടിപ്പിടിക്കുന്നത് അവന് ഇഷ്ടമല്ല അജയൻ എന്നോട് പറയും. എൻ്റെ മോനെ ഞാനൊന്ന് കെട്ടിപ്പിടിക്കുന്നത് അവന് ഇഷ്ടമല്ല. അപ്പം ഞാൻ പറയും, നീ കെട്ടിപ്പിടിക്കുന്നത് അവന് ഇഷ്ടമല്ലെങ്കിലും ഇടയ്ക്കെങ്കിലും അവൻ്റെ തലയിലൊന്ന് തലോടുക, അവൻ്റെ കൂടെ ഒന്ന് വിരലോടിക്കുക, അവനെ ഒന്ന് തടവുക, അല്ലെങ്കിൽ അവനെ ഒന്ന് പാറ്റ് ചെയ്യുക, മതി. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്കറിയാമോ, ഈ ധൂർത്തനായ പുത്രൻ, മുടിയൻ പുത്രൻ നമ്മൾ വിളിക്കുന്ന ആ പുത്രൻ തിരിച്ചു വന്നപ്പോഴാ പിതാവ് ഓടിച്ചെന്ന്, അവൻ നല്ല യൗവനക്കാരനായിരുന്നു, കൊച്ചു കുഞ്ഞൊന്നും അല്ലായിരുന്നു. അവിടെ എന്താ പറഞ്ഞിരിക്കുന്നതെന്നറിയാമോ? The father saw him and was filled with compassion for him. He ran to his son, threw his arms around him and kissed him. അവൻ ഓടിച്ചെന്ന്, ആ പിതാവ് ഓടിച്ചെന്ന് ആ മകനെ കെട്ടിപ്പിടിച്ച് അവനെ ഉമ്മ വെച്ചു. നമ്മുടെ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കുക, ഉമ്മ വയ്ക്കുക. ദൈവത്തിന് സ്തോത്രം. ഞാൻ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം പറയട്ടെ. Some dads loved hugging their daughters when they were little. നമ്മുടെ പെൺമക്കൾ കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ അവരെ നമ്മൾ കെട്ടിപ്പിടിക്കുകയും ഹഗ് ചെയ്യുകയും ചെയ്തു. ബട്ട് for some reason they stopped showing physical affection as their daughters grew older. എന്തോ കാരണത്താൽ ഈ കുഞ്ഞുങ്ങൾ വലുതായി വലിയ മക്കളായി കഴിഞ്ഞപ്പോൾ ഈ പെൺമക്കളെയൊക്കെ ഒന്ന് കെട്ടിപ്പിടിക്കാനൊക്കെ പിതാക്കന്മാർ മറന്നുപോയി. ഇനി ശ്രദ്ധിക്കുക, ഡാഡ്സ്, യുവർ pre-teen and teenage daughters still need you to hug them and affirm them. Studies have shown again and again that when a daughter does not receive appropriate physical affection from her father, she often goes seeking that affection elsewhere in inappropriate ways. ഒരു പിതാവിൽ നിന്നുള്ള ആ ഒരു ഹഗ്ഗും കിസ്സും നിഷേധിക്കപ്പെടുന്ന നിമിഷത്തിൽ ഈ കുട്ടി എന്ത് ചെയ്യുമെന്നറിയാമോ? അതിനുവേണ്ടി അവൾ മറ്റിടങ്ങളിലേക്ക് പോകുവാനിടയായിത്തീരും. PG വർഗീസ് അങ്കിൾ പറഞ്ഞ കാര്യം ഞാനിപ്പോൾ പെട്ടെന്ന് ഓർത്തു. നിങ്ങളുടെ പെൺമക്കളെ നിങ്ങളൊന്ന് ചേർത്ത് പിടിച്ച് ഉമ്മ വെച്ചിട്ട് എത്ര നാളായി? They need your hug, physical touch. ദൈവത്തിന് സ്തോത്രം. മൂന്നാമതായിട്ട്, മോട്ടിവേറ്റ് യുവർ ചിൽഡ്രൻ ബൈ urging them to live lives worthy of God. ദൈവത്തിന് കൊള്ളാകുന്ന മക്കളായി വളരുവാൻ അവരെ ഉദ്ബോധിപ്പിക്കുക. urge them. 3 കാര്യങ്ങളാണ് അതിനകത്തുള്ളത്. അവരെ എങ്ങനെ ഉദ്ബോധിപ്പിക്കാൻ കഴിയും? ബൈ ഇൻസ്ട്രക്ഷൻ. അവർക്ക് ദൈവവചനം പറഞ്ഞു കൊടുക്കുക. ഇൻസ്ട്രക്ട് ദം. അത് ഇൻസ്ട്രക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം?
ദൈവവചനം പിതാക്കന്മാർക്ക് ദൈവവചനം അറിയണം. ഇത് പുള്ളിക്കാരന് ദൈവവചനമൊന്നും അറിയത്തില്ല. പുള്ളി ബൈബിൾ തുറക്കാറില്ല, വായിക്കാറില്ല, ദൈവവചനത്തെക്കുറിച്ച് ABC അറിയത്തില്ല. പിന്നെ എങ്ങനെ ആ മക്കൾക്ക് ദൈവവചനം പറഞ്ഞു കൊടുക്കുന്നത്? അതുകൊണ്ട് പിതാക്കന്മാരെ, നിങ്ങൾ ദൈവവചനം പഠിക്കണം. ദൈവവചനത്തിൽ നിങ്ങൾ ആഴമായ അറിവ് സമ്പാദിക്കണം. എന്നിട്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങളത് പകർന്നു കൊടുക്കണം. സോ ഇൻസ്ട്രക്റ്റ് ദം. എന്നാലേ അവർ ദൈവത്തിൻ്റെ വഴികളിൽ നടക്കത്തുള്ളൂ. ഇനിയും അവരോട് പറഞ്ഞു കൊടുക്കുക മാത്രമല്ല, അവരെ ഡിസിപ്ലിൻ ചെയ്യണം. അവർ തെറ്റായ വഴിയിൽ പോയാൽ അവർക്ക് ശിക്ഷണം കൊടുക്കണം. ഇന്നാരാ ശിക്ഷണം കൊടുക്കുന്നത്? പേടിയാ പിള്ളേരെ ശിക്ഷിക്കാൻ, വഴക്ക് പറയാൻ പേടിയാ? അല്ല, സ്നേഹത്തിൽ കൂടെയുള്ള ശാസനകൾ അവ ഏറ്റവും നല്ലതാണ്. ബൈബിൾ അതിന് നോ പറയുന്നില്ല. നമ്മുടെ ഇന്നത്തെ കൾച്ചർ ഒരുപക്ഷെ പിള്ളേരെ വഴക്ക് പറയരുത്, ഉപദ്രവിക്കരുത്, തല്ലരുത്, അടിക്കരുതെന്നൊക്കെ. പക്ഷേ ബൈബിൾ പറയുന്നത് അതല്ല. ഡിസിപ്ലിൻ ചെയ്യണം. സോ ഇൻസ്ട്രക്റ്റ് ദം, ഡിസിപ്ലിൻ ദം. അടുത്തതായിട്ട് ബി ആൻ എക്സാമ്പിൾ ടു ദം. എനിക്കറിയാം ചില പിതാക്കന്മാർ മക്കളെ വലിയ കാര്യങ്ങളൊക്കെ ഉപദേശിക്കും, പക്ഷേ പുള്ളിയുടേതായിട്ടുള്ള സ്വന്തം ഇഷ്ടപ്രകാരമുള്ള ജീവിതം അതല്ല. ഷോ വെരി ഗുഡ് എക്സാമ്പിൾ ബിഫോർ ദം. അവരുടെ മുമ്പിൽ നല്ല മാതൃകയായി ജീവിക്കുക. ദൈവവചന പ്രകാരമുള്ള ഒരു അപ്പൻ എങ്ങനെ ആയിരിക്കുമോ അതുപോലെ ജീവിച്ച് കാണിക്കുക. അപ്പോൾ നിങ്ങളുടെ മക്കളും ആ എക്സാമ്പിൾ അവരും ജീവിതത്തിൽ അനുകരിക്കും. എ ഗോഡ്ലി ഫാദർ urges children to live lives worthy of God. ദൈവത്തിന് സ്തോത്രം. എൻ്റെ വാക്കുകളെ നിർത്തട്ടെ. ശലോമോൻ, ദാവീദ്, ഇവരെയൊക്കെ നമ്മൾ കാണാം. അവരുടെ മക്കൾക്ക് അവർ ദൈവവചനം പറഞ്ഞു. അവർ കുറവുകളുള്ള പിതാക്കന്മാരായിരുന്നു, പക്ഷേ എങ്കിലും അവർ തങ്ങളുടെ മക്കൾക്ക് ദൈവവചനം പറഞ്ഞു കൊടുക്കുകയുണ്ടായി. നമുക്കൊരു വാക്യം വായിക്കാം. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം. പിതാക്കന്മാരോട് പ്രത്യേകമായിട്ട് പറയുന്ന ഒരു വാക്യമാണ്. എഫേസ്യർ 6:4. പിതാക്കന്മാരെ നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ, ഡു നോട്ട് എക്സാസ്പറേറ്റ് യുവർ ചിൽഡ്രൻ. അവരെ നിങ്ങൾ വല്ലാതെ വിഷമിപ്പിക്കരുത്, വല്ലാതെ അവരെ കോപിപ്പിക്കരുത്. പിന്നെ കർത്താവിന്റെ ബാലശിക്ഷയിലും പഥ്യോപദേശത്തിലും പോറ്റി വളർത്തുവിൻ. എത്ര പേര് നെഞ്ചത്ത് കൈവച്ച് പറയാൻ സാധിക്കും? നിങ്ങളുടെ മക്കളെ പഥ്യോപദേശത്തിലും കർത്താവിൻ്റെ ബാലശിക്ഷയിലും പോറ്റി വളർത്തുന്നവരായിട്ടുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ നല്ല രീതിയിൽ വളർന്നു വരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അവർ ദൈവത്തെ അറിയുന്നവരും ദൈവഭയമുള്ളവരും ദൈവ വഴികളിൽ നടക്കുന്നവരുമായിരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. പക്ഷേ ആഗ്രഹിച്ചാൽ മാത്രം പോരാ, യു സെറ്റ് എ ഗുഡ് എക്സാമ്പിൾ ബിഫോർ ദം. ദൈവത്തിന് സ്തോത്രം. ദൈവവചനം പഠിക്കുക, അത് നിങ്ങളുടെ മക്കൾക്ക് പങ്കിട്ട് കൊടുക്കുക. ഞാൻ കഴിഞ്ഞ ദിവസം പകൽ വീട്ടിൽ പറഞ്ഞൊരു കാര്യമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ധാരാളം സമ്പത്തൊക്കെ ശേഷിപ്പിച്ചേച്ച് പോകാൻ നമുക്ക് കഴിയും. അവർക്ക് വലിയ വീടും ഫ്ലാറ്റും ബാങ്ക് ബാലൻസും എല്ലാം വിട്ടേച്ച് പോകാൻ കഴിയും അവർക്ക്. പക്ഷേ നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്പത്തെന്ന് പറയുന്നത് ദൈവവചനം. അവരുടെ ഹൃദയങ്ങളിൽ നിങ്ങൾ ഇന്ന് പകർന്നു കൊടുക്കുന്ന ആ ദൈവത്തിൻ്റെ വചനം, മറ്റേതെല്ലാം ഈ ലോകത്തിൽ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ നിങ്ങൾ കൊടുക്കുന്ന ദൈവവചനം ഉണ്ടല്ലോ, കുഞ്ഞുനാളിലെ അവരുടെ ഹൃദയങ്ങളിലേക്ക് പകർന്നു കൊടുക്കുന്ന ആ ദൈവത്തിൻ്റെ വചനം. എനിക്കൊരു വല്യമ്മച്ചി ഉണ്ടായിരുന്നു. ആ വല്യമ്മച്ചി ചെറുപ്പത്തിൽ എനിക്ക് പറഞ്ഞു തന്ന കാര്യങ്ങളാണ് പിന്നീട് എന്നെ ദൈവത്തിലേക്ക് ആകർഷിച്ചത്. ഞാൻ ഇടക്കാലത്ത് നിരീശ്വരവാദിയായിട്ടൊക്കെ പോയ ഒരു മനുഷ്യനായിരുന്നു. പക്ഷേ നമ്മുടെ മാതാപിതാക്കളായ നിങ്ങൾ, പിതാക്കന്മാരായ നിങ്ങൾ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഇന്ന് പകർന്നു കൊടുക്കുന്ന ആ ദൈവവചനം, അത് ഇന്ന് അവരൊരു പക്ഷേ അനുസരിക്കുന്നുണ്ടാവില്ല. പക്ഷേ ഒരു കാലത്ത് ആ ദൈവവചനം അവരിൽ ക്രിയ ചെയ്യും. അവർ ദൈവ വഴികളിൽ നടക്കുവാൻ അത് ഇടയായിത്തീരും. ദൈവത്തിന് സ്തോത്രം. എൻ്റെ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങളെ ഇപ്രകാരം സ്നേഹിച്ച് അവരെ കരുതി, ഞാൻ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു, അതനുസരിച്ച് ജീവിപ്പാൻ, നല്ല പിതാക്കന്മാരായി ജീവിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പിതാക്കന്മാരായ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും ഒരു നിമിഷം പിതാക്കന്മാരായിട്ടുള്ളവരെല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. പ്ലീസ് ഓൾ ഓഫ് യു സ്റ്റാൻഡ് ഹു ആർ ഫാദേഴ്സ്, പ്ലീസ് സ്റ്റാൻഡ്. നമുക്ക് സഭയായിട്ട് പിതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഈ സഭയിലുള്ള ഞങ്ങളെ ഓൺലൈനിൽ കേൾക്കുന്ന
എല്ലാ പിതാക്കന്മാർക്കായിട്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അങ്ങയെക്കുറിച്ച് ദൈവവചനത്തിൽ ഇങ്ങനെ ഞങ്ങൾ വായിക്കുന്നു, സകല ആശ്വാസങ്ങളുടെയും പിതാവായ ദൈവമെന്ന്. കർത്താവേ, ആ പിതാവിൻ്റെ ഹൃദയമുള്ളവരായി, സ്വർഗസ്ഥ പിതാവിൻ്റെ ഹൃദയമുള്ളവരായി ഈ പിതാക്കന്മാരെല്ലാവരും ജീവിതത്തിലായിരിക്കാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് ഞങ്ങൾ സഭയായി നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, അവർ ഐഡിയൽ ഫാദേഴ്സായി മാറുവാൻ സഹായിക്കണം. അവർ മക്കളെ പ്രോത്സാഹിപ്പിക്കുന്നവരും കംഫർട്ട് ചെയ്യുന്നവരും, കർത്താവേ, ദൈവ വഴികൾ അവരെ മക്കളെ നടത്തുവാൻ കഴിവുള്ളവരുമായി തീരേണ്ടതിന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിൽ വന്നുപോയ കുറവുകളിൽ അവരോട് ക്ഷമിക്കണമേ. അങ്ങ് അവരെ സഹായിക്കണമേ. നല്ല പിതാക്കന്മാരായി, നല്ല മാതൃകയുള്ളവരായി, കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കുന്നവരും, അവരെ പ്രോത്സാഹിപ്പിക്കുന്നവരും, അവരെ ആശ്വസിപ്പിക്കുന്നവരും, അവർക്ക് പിന്തുണ കൊടുക്കുന്നവരും, അവരെ വാക്കുകൊണ്ടും സാന്നിധ്യം കൊണ്ടും പ്രചോദിപ്പിക്കുന്നവരും ആയിരിക്കാൻ ഞങ്ങളുടെ പിതാക്കന്മാരെ എല്ലാവരെയും സഹായിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ഇന്ന് കേട്ട ഈ സന്ദേശം തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ സന്ദേശം മറ്റു ചിലർ കൂടി ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കിത് അനുഗ്രഹമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് മറ്റുള്ളവർക്കും ഒരു അനുഗ്രഹമായി തീരുവാൻ അത് കാരണമായി തീരും. ഗോഡ് ബ്ലെസ് യു.